അപ്പൊ നമ്മൾ മരിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു 2 ലക്ഷം പേര് അവിടെ നിന്ന് ഹേയ് അറിയോ നീ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ സ്വർഗത്തിൽ കയറിയേക്കണം, അതുകൊണ്ട് ഞാനൊന്ന് റെക്കമെൻഡ് ചെയ്യാം. എന്തോരം നടക്കാത്ത കാര്യങ്ങൾ സ്വപ്നം കാണുന്നുണ്ടല്ലേ? എന്നെ വിശുദ്ധമായിട്ട് പ്രഖ്യാപിക്കാൻ പോണേ എവിടെ? വത്തിക്കാനിൽ. അങ്ങനെ സ്വപ്നം കാണുക. എന്നിട്ട് നമ്മുടെ ഒരു 6 അടി പൊക്കമുള്ളൊരു പ്രതിമ, അതിൻ്റെ മുമ്പിൽ തിരിസ്റ്റാൻഡ്. നമ്മളോട് ദേഷ്യമുള്ള ചേച്ചിയൊക്കെ വന്ന് പ്രാർത്ഥിക്കണം, ഇപ്പം തരും അല്ലേ, നീ ചോദിക്കടി, നീ ചോദിക്കും, ഞാൻ നിനക്ക് തരൂ, അങ്ങനെയൊക്കെ പറഞ്ഞോ ഒരു സന്തോഷത്തിൽ. ഇപ്പോഴത്തെ നമസ്കാരം കേൾക്കണം എൻ്റെ ഒരു ശൈലി എന്ന് വെച്ചാൽ വേറെ. വേദപാഠ പുസ്തകമില്ലേ ചെറുത്, അതെടുത്ത് അങ്ങോട്ട് കൊടുക്കും. മോനെ ഒന്നുകിൽ ഇതിലുള്ള ചോദ്യങ്ങൾ മുഴുവനും ഞാൻ ചോദിക്കും, അതിനുത്തരം പറയണം, അല്ലെങ്കിൽ 1 മാസം പള്ളിയിൽ വരണം. ഏതാണ് പള്ളിയിൽ വന്നുള്ള വെച്ചാൽ നല്ല അമ്മമാരാ അല്ലെങ്കിൽ നല്ല മാതാപിതാക്കളാവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കാം. എന്നാണ് നമ്മുടെ ഭർത്താവിൻ്റെ വീട് നമ്മുടേതാവണം, അന്നേ നമ്മൾ ഗതി പിടിക്കുള്ളൂ. എന്നെ നോക്കിയിട്ട് പറഞ്ഞ ആച്ചാ എല്ല് മാത്രം കണ്ടു, പക്ഷേ എല്ലും തൊല്ലിയും കൂടി ആദ്യമായിട്ട് കാണണം ആച്ചാന്ന്. അത് വീട്ടിലുള്ള വേണ്ടപ്പെട്ടവരെ അറിയിച്ചിട്ട് വേണം ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട്. ഇത് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന എക്സസൈസാണ്, അതിരാവിലെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.